ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഗൂഗിൾ എന്ത് പറയോ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. ആദ്യം നമ്മൾ എന്താ പറയാ, രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കണം. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് നമ്മൾ ആദ്യം എന്ത് കഴിക്കാൻ പോകണം, നമ്മൾ ഗൂഗിളിനോട് ചോദിക്കാൻ പോവാണ്. ബെസ്റ്റ് കേരള ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വരുമോ എന്തോ. ഇമേജസ് പുട്ട് കടലക്കറി ആണെന്ന് തോന്നുന്നു. പുട്ട് കടലക്കറി, ഇഡലി. ഇഡലി അല്ല അബി, അത് മറ്റേ ഇത് പെർഫെക്റ്റ്. പുട്ടും കടലക്കറിയും ഇച്ചിരി അവിഞ്ഞ പഴവും. അതിൽ കുറെ പിക്ക് വന്നോണ്ട് നമ്മൾ രണ്ടുപേരും ഇഷ്ടമുള്ള നമ്പർ വെക്കും. നമ്മൾ രണ്ടുപേരും റാൻഡം ആയിട്ട് നമ്പർ വെക്കും. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഏതാണോ വരുന്നത് അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, 3, 2, 1 ഇടിയപ്പം മുട്ടക്കറി. ഞാൻ ഇന്നലെ ഇടിയപ്പം തന്നെ കഴിച്ചു. ഇന്ന് ഇടിയപ്പം ഞാൻ കുറേ ദിവസമായി കഴിച്ചിട്ട്. ഞാൻ ബേസ് ജോസഫാണ്. ഗൈസ്, നമ്മളങ്ങനെ ഒരു കടയിലെത്തി. ഇവിടെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ ഇടിയപ്പം മുട്ടക്കറിയും കിട്ടുമോ ചോദിച്ചോക്ക്. ഗഡ്സലാനിയല്ലേ ചേട്ടാ? ഇടിയപ്പം മുട്ടക്കറി ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഇടിയപ്പം മുട്ടക്കറി കിട്ടിയത്. ഇടിയപ്പം മുട്ടക്കറിയുടെ കോമ്പിനേഷൻ അടുത്ത് വേറെ ഒന്നും വരത്തില്ല. കറക്റ്റ് ഗൂഗിൾ ഈ കോമ്പിനേഷൻ തന്നെ തരുന്നുണ്ട് ഏട്ടാ. ഉച്ചയ്ക്ക് വല്ല മീനൊക്കെ പറഞ്ഞാൽ മീൻ കിട്ടുക എളുപ്പമായിരിക്കും. നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് വിശന്നിരിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ ഫുഡ് മാത്രമല്ല, നമ്മൾ ബോറടിക്കുമ്പോൾ ഗൂഗിളിൽ എന്ത് നോക്കി ഇപ്പം എന്ത് ചെയ്യണം അതെല്ലാം നമ്മൾ ചെയ്യില്ലേ. നമ്മൾ പറയും ഇപ്പം 2 സിബ്ലിങ്സ് ഇരിക്കണം, എന്ത് ചെയ്യണം? അപ്പോൾ പറയും അടിക്കണം, ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മണ്ടയിൽ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഗൂഗിളിനോട് ചോദിക്കാൻ പോവാണ് ബെസ്റ്റ് ഗെയിം കളിക്കാൻ പോകുന്നത്. ബെസ്റ്റ് ഫിസിക്കൽ ഗെയിം. സ്പെല്ലിംഗ് എന്തിനാ ഫിസിക്കൽ? ബെസ്റ്റ് ഫിസിക്കൽ ഗെയിം ഇൻ കേരള. എന്ത് വരുമായിരിക്കും ആനി? നാടോടി നൃത്തം എന്തിനു വരുമായിരിക്കും? ഫുട്ബോൾ ഉണ്ട്, ഓണത്തല്ലുണ്ട്. ഫുട്ബോൾ ഇവിടെ ഇല്ല, ഇപ്പൊ കാണാനില്ല ബോള്. ഓണത്തല്ലുണ്ട്, അത് നമുക്ക് ഓണത്തിന് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് വരുന്ന ഗൈസ് കുട്ടിയും കോലും. അത് നമുക്ക് ഉണ്ടാക്കിയാല. ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടിയും കോലും കളിച്ചിട്ടുണ്ടാ? കുഞ്ഞു സാധനം ആദ്യം ഇങ്ങനെ വെക്കണം, എന്നിട്ട് അതിൽ വലിയ കമ്പിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിക്കണം. പിന്നെ പറഞ്ഞുതരാം. കുട്ടിക്കോലും കളിച്ചിട്ടില്ല. ഞാൻ പണ്ട് 1-2 പ്രാവശ്യം കളിച്ചതാണ്, പക്ഷെ കളി കറക്റ്റായിട്ട് അറിയത്തില്ല. ഇച്ചിരി തെറ്റൊക്കെ പറ്റും, ക്ഷമിക്കണം. മറന്നുപോയി ഗൈസ്. നമുക്ക് ആദ്യം കുട്ടിയും കോലിനുള്ള സാധനങ്ങൾ എടുക്കണം. അതിന്റെ തൊലിയെല്ലാം ഉരിഞ്ഞു വരുന്നു. പൊടിയല്ല. ഞാൻ പകുതി മുറിച്ച, ഞാൻ പകുതി മുറിക്കേ. ഞാൻ മുറിച്ച് വെച്ചാണ് ആനി എടുത്തത്, കണ്ടാ? ഞാൻ കഷ്ടപ്പെട്ട തുമ്പി കൊണ്ട് വെച്ചു, അവന്റെ കണ്ണി എന്തോ വീഴുന്നു, അതാണ് ആനെ പെട്ടെന്ന് ചെതലൊക്കെ മുറിക്കി. ഇത് കറക്റ്റ് കമ്പ് ഏട്ടാ. ഇത് അവിടെ കേടാന്ന് ഇത്രയും സമയം കഷ്ടപ്പെട്ട് വെട്ടിയല്ല. കുട്ടിയും കോലും റെഡി. പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ? കൊള്ളാല്ലേ? അറിയാതെ കിടന്ന ഒരു കമ്പ് എടുത്ത് ചെയ്തിട്ട് പെർഫെക്ഷനാ. നമുക്ക് അറിയാന്നല്ലോ നമ്മൾ കളിക്കാം. ആദ്യം ഞാൻ അല്ല ഓർഡർ നമ്മൾ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇവൻ ഓട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവൻ എനിക്ക് കളിക്കണ്ട. നീ അങ്ങ് പോയി നിക്കണം. ഞാൻ ഇതിന് പൊക്കിയിടും, അടിക്കും. അപ്പൊ അത് നീ ക്യാച്ച് പിടിച്ചാൽ ഞാൻ ഔട്ട്. നീ ക്യാച്ച് പിടിച്ചില്ലെങ്കിൽ അത് എവിടെ നിന്ന് വീണോ നീ ആ കുഴിയുടെ അടുത്ത് വരെ എറിയണം. കുഴിയുടെ അടുത്ത് എറിഞ്ഞ് ഞാൻ അടിക്കും ഇങ്ങനെ. ഞാൻ അടിച്ചില്ലെങ്കിൽ ഇങ്ങനെ എത്ര പോയിന്റ് ആണോ എനിക്ക് പോയിന്റ്. അടുത്ത് നിന്റെ ബാറ്റ്. ഗൈസ്, ഇപ്പൊ ആനി അവിടെ നിൽക്കുന്നു. ആനി അവിടെ നിന്ന് ഇതിന്റെ ഒരു ഇതിലിങ്ങനെ എറിഞ്ഞ ഞാൻ ഔട്ട്. എറിയ സമയം വീഴത്തില്ല, ഇവിടെ അടിച്ച് തെറിപ്പിക്കും. എവിടെയാ സ്ഥലം? അവിടെ വീഴുന്ന എത്ര പോയിന്റ് ഒന്ന് കാണിച്ചു. 1 2 3 4 5 6 7 8 9. ഞാൻ പറയട്ടെ, കാറ്റ് കാരണം ഇങ്ങനെ വരേണ്ട സാധനം ഇങ്ങനെ പോയതാണ്. നമ്മളടുത്ത് എന്ത് ചെയ്യാൻ അറിയാം? അവിടെ കിടക്കേണ്ടത്. ഞങ്ങൾ എവിടെ ഇതിനെ ഇങ്ങനെ ചെയ്യും.
ഔട്ടല്ല, എനിക്ക് 9 പോയിന്റ്. ആനി ഇതിൽ എറിഞ്ഞ് കൊള്ളിപ്പിച്ചാ ഞാൻ ഔട്ട്. കൊള്ളൂല. ഇതിന്റെ അടുത്തല്ലേ, അപ്പൊ ഔട്ട്. അടുത്തല്ലേ കൊണ്ടാലാണ് ഔട്ട്. എനിക്കത് 1 പോയിന്റ് ആണോ 9 പോയിന്റ് ആണോ? 9 പോയിന്റ്. അടുത്ത ആനി. അവിടെ തന്നെ പോവത് മിക്കാറും. കാത്തോ സ്ട്രാറ്റജി. അടിക്ക് അതവിടെ കൊണ്ടുപോയി. കോലവിടെ കൊണ്ടുപോയി. കോലവിടെ കൊണ്ടുപോയി. ഇപ്പൊ ഔട്ടാണോ നോക്കിയോ? അയ്യോ അയ്യോ അയ്യോ, ഞാൻ തന്നെ ജയിച്ചേ. നേരത്തെ നീ കുറച്ച് ദൂരായിരുന്നു, ഞാൻ അടുത്ത്. അങ്ങനെയല്ല, കൊണ്ടില്ല, തൊട്ടില്ലെങ്കിൽ ഔട്ട്. ഒരു മാച്ചിലൂടെ പോവാം. ഒരു കളി കളിച്ച് 2 പേര് ഔട്ടായി. ആനി എന്നെ എറിഞ്ഞ് കൊള്ളിപ്പിച്ച്, ഞാൻ ക്യാച്ച് പിടിച്ച് 2 ഔട്ടായി. ഭയങ്കര വെയിലായിരുന്നു. വെയിലെല്ലാം കൊണ്ട് കരിവാളിച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഹെൽത്തി ഡ്രിങ്ക്. ഹെൽത്തി ഡ്രിങ്കിങ് കേരള അടിക്കാം. അപ്പൊ എന്ത് വരുമെന്ന് ഞാൻ ഗസ് ചെയ്യട്ടോ? ഞാൻ പറയട്ടാ. കരക്ക് കേരള കുൽക്കി സർബത്ത്, നാരങ്ങ വെള്ളം, സോഡ, ലെമൺ ജ്യൂസ്, കരിക്ക്. ഏത് ഗൈസ് ഏതാണ് കുടിക്കേണ്ടത്? 3, 2, 1 ഗോ. 7 1 2 3 4 5 6 7 കരിക്ക്. എനിക്ക് കരിക്ക് വേണ്ട, വേറെ എന്തെങ്കിലും കൂടെ നമ്പർ പോവാം. 3 2 1 ഗോ. 7 കരിക്ക്. ഇതെന്തൊരു മണിമാ. ഒന്നൂടെ. 3 2 1 ഗോ. 13 13. സംഭാരം. എനിക്ക് സംഭാരം, അഭിന് കരിക്ക്. രണ്ടും കൊള്ളാം ഗൈസ്. കരിക്ക് പറഞ്ഞു. അടുത്ത് ഇവിടെ നിന്ന് കരിക്ക് കുടിച്ചിട്ട് ആനി സംഭാരം കുടിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഐപാഡ് എടുത്തിട്ട് വന്നു. കരിക്ക് കുടിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ ഗെയിമിന് റൂൾസ് ഒന്നുമില്ല. സംഭാരം കുടിക്കാം. ഇല്ല, റൂൾസ് ഉണ്ട്. സംഭാരം കുടിച്ചാൽ മതി. ഞാൻ നിന്റെ സംഭാരം തൊടത്തില്ല, നീ എന്റെ കരിക്ക് തൊടല്ലേ. എനിക്കല്ല, ആള് മാറിപ്പോയി. മതിയാ? കൊള്ളാം, അത് നല്ല ടേസ്റ്റ്. സൂപ്പർ കരിക്ക് കേട്ടാ, നല്ല ടേസ്റ്റ്. ഒരു കരിക്ക് കുടിക്കാൻ പറ്റുള്ള. എനിക്ക് കരിക്ക് കിട്ടി. സംഭാരം വേണമെങ്കിൽ നീ കടയിൽ പോയി ചോദിക്കും. ഞാൻ ചോദിക്കേ, സംഭാരം ഉണ്ടോ? ഇല്ല, സംഭാരം ഇല്ല മോളെ. ഇവിടെ കിട്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി ചോദിച്ചോ. ആന്റി, സംഭാരം ഉണ്ടോ? ഒരു സംഭാരം ഉണ്ട്. നല്ല തണുപ്പ്. തണുപ്പില്ലായിരുന്നു ഞാൻ കുടിക്കായിരുന്നു, പക്ഷെ എനിക്ക് പനി. അച്ചാറുണ്ട്. പുളിയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്, നല്ല ടേസ്റ്റ്. ഗൈസ്, നമുക്കിപ്പോൾ നമ്മൾ സംഭാരം കുടിച്ചു, കരിക്കും കുടിച്ചു, പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. പക്ഷെ നമുക്ക് വിശക്കുന്നില്ല. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ ലഞ്ച് കഴിക്കണം. ലഞ്ച് നമുക്ക് കേരള ബെസ്റ്റ് ലഞ്ച് എനിക്ക് അടിക്കും. ഊൺ കഴിക്കാം. ഊൺ കഴിക്കാം. ഊണ് കഴിക്കാൻ നമ്മൾ എവിടെ വന്നു? ഷാപ്പിലെ ഊണ്, ബെസ്റ്റ് ഊണ്. തലക്കറിയൊക്കെ കിട്ടും ഇല്ലേ? ഞാൻ കഴിക്കാം. 3 ഊണ്, ഒരു കൊഞ്ച് പൊരിച്ചത്, വേറെ ഫ്രൈ, അല്ല ഒരു കക്ക റോസ്റ്റ് കേട്ടോ. ഊണ് വന്ന് അല്ല വിശപ്പുണ്ട് കേട്ടോ. നോക്ക്, എത്ര ദിവസമായി ഇത് കഴിച്ചിട്ട്. കൂന്തൽ. ഗൂഗിൾ നല്ല നല്ല സാധനങ്ങൾ തരുന്ന കേട്ടാ. ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് കഴിക്കുന്നതിന്റെ സുഖം വേറെ ഒന്നിനും കിട്ടത്തില്ല. ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കം. ഞാൻ ഫുഡ് കഴിച്ചായി. പകുതി കഴിച്ചിട്ട് ഇങ്ങോട്ട് എല്ലാം നീ കിട്ടുമോ ഇങ്ങോട്ട്? നമ്മള് പണ്ട് ഫുഡ് കഴിക്കുമ്പോൾ രണ്ടായിട്ട് ഇങ്ങനെ വെക്കുമല്ല, ഞാൻ ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഇങ്ങോട്ടാക്കി കള്ളി. എന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാൻ കഴിഞ്ഞു. എനിക്ക് പനിയാണ് കഴിച്ചത്, അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റാത്ത. പനി സീസൺ ആണെന്ന് തോന്നുന്നു ഇപ്പൊ. അപ്പൊ അതിന്റെ അടുത്തുനിന്ന് നമുക്ക് ഒരു ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം ഗൈസ്. നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്, നല്ല ഉറക്കം. പനിയോടാണ്ട് പെട്ടെന്ന് ടയേർഡായി വെയിലൊക്കെ കൊണ്ടപ്പം. ഊണ് കഴിച്ചാൽ ഉറങ്ങണമെന്നാണ് നിയമം. അത് തന്നെ, അത് കേരളത്തിന്റെ പോലെ അങ്ങനെയാ. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങും, എന്നിട്ട് വൈകുന്നേരം എഴുന്നേക്കും. നമ്മൾ അങ്ങനെ തന്നെ ശീലിക്കുന്നത്, വേറെ അപ്പിലില്ല.
ഫുഡ് കഴിച്ചിട്ട് ഒരു റെസ്റ്റ് എടുത്താൽ മാത്രം ഓർമ്മയുണ്ട്. അല്ല ഗൈസ്, എന്റെ വീട്ടിൽ എല്ലാവർക്കും പനി. ഞാൻ അവിടെ ഇല്ലേ ഫുള്ള് എനിക്കും പനി പിടിച്ചു. ഞാൻ പോയി കിടന്ന് ഉറങ്ങിയത് ബോഡി പെയിനും രാവിലെ രുചിയൊന്നും ഇല്ല, വായൊക്കെ കയക്കുന്നു, പനി പിടിച്ച് ഗൈസ്. എന്നാലും നമ്മള് ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് അവൻ എണീറ്റ് വന്ന് ഗൈസ്. നമ്മള് ബെസ്റ്റ് ഡിന്നർ നോക്കുവാണ്. ബെസ്റ്റ് ഡിന്നർ കൊറേ വന്ന് ഗൈസ്, കൊറേ വന്ന്. നമുക്ക് ഡിന്നർ റെഡി 3 2 1 ഗോ. 9 ആ മറ്റേ ഉരുളക്കിഴങ്ങും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള സാധനം ഗൈസ്. നമുക്ക് കിട്ടിയ സ്റ്റീക്കാണ്. എന്ത് നല്ല ഫുഡുകളാ അല്ലേ കഴിക്കാൻ. സ്റ്റീക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട് കേട്ടാ, കൊതിയാവണം സ്റ്റീക്കിന്റെ കാര്യം പറഞ്ഞപ്പോ. നമ്മള് എക്സാക്ട് സാധനമാണ് പറഞ്ഞിരിക്കണേ ഗൈസ്. ചിക്കൻ സ്റ്റേക്കിന്റെ കൂടെ നമ്മൾ ഫോട്ടോ കണ്ട സാധനങ്ങളില്ലേ, ചേട്ടനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. അങ്ങനെ ചിക്കൻ സ്റ്റേക്ക് വന്ന് ഇങ്ങനെയല്ല കഴിക്കേണ്ടത്. കൊള്ളാം. ഇങ്ങ് നോക്ക് നബി, സ്നേഹം താഴെ പോയി. ഒരു സാധനം തരുമ്പോ സ്പൂൺ എങ്ങനെ തരുന്നു? പിന്നെ ഞാൻ ഇടതാണ് ഇങ്ങനെയല്ലേ കൊടുക്കും, ഇവിടെ ഇങ്ങനെ തരുന്നു. എങ്ങനെ തരണം? വേണ്ട, നീ എന്നെ കടീനി. ഇപ്പൊ ഡീസന്റ് ആയല്ലോ. ഇമ്മൊരു വലിയ പീസ് എനിക്ക്. ഫോട്ടോയിൽ കണ്ട സെയിം സാധനമാണ്, വെജീസ് എല്ലാം ഉണ്ട്. താഴെ വീണത് താഴെയല്ല വീണ, ആ പ്ലേറ്റിലാണ് വീണത്. നീ നക്കിയതാ, നീ നക്കിയത്, നീ നക്കിയതാ, നീ നക്കിയതാ. ഫോട്ടോയുള്ള എല്ലാരും നമ്മളെ നോക്കിയാ എന്താ വരും, എന്താ കാണിക്കുന്നേ? ഗൈസ്, ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാൻ ബെസ്റ്റ് ഡെസേർട്ട് ഏതാണ്? രാത്രി ഡെസേർട്ട് കഴിക്കാൻ ഒരു ക്രേവിങ്സ്. ബെസ്റ്റ് ഡെസേർട്ട് ഇപ്പൊ മരുഭൂമി വരും ദുബായിലുള്ള. കേക്ക് ആ നമ്പർ വെക്ക്. നീ അല്ലേ എല്ലാത്തിലും നമ്പർ വെക്കുന്ന. ഇതെല്ലാം ഒരേ കേക്ക് തന്നെ. കുഴപ്പമില്ല. കേക്ക് 3 2 1 ഗോ. 0 1. കേക്ക്, ചോക്ലേറ്റ് കേക്ക്. അപ്പൊ അത് കഴിക്കാം. കേക്ക് കഴിക്കാൻ പോ. കട ഇപ്പൊ പൂട്ടും. ഗൂഗിളിൽ ഡെസേർട്ട് വന്നു, ഇവിടെ ഡെസേർട്ട് കിട്ടുമെന്ന് അറിയില്ല. കട ഇപ്പൊ പൂട്ടും, അകത്ത് കയറി ചോദിക്കാം. വേറെ കട ഒന്നും ഇല്ല ഗൈസ് ഇവിടെ. ഗൈസ്, ക്ലോസ് ചെയ്യാൻ പോയ കടയിന് കേക്ക് മേടിച്ചത്. രാത്രി അറിയുന്ന കടയാണ്, നമുക്ക് തുറന്നു തന്നെ. ഗൈസ്, നമുക്ക് കറക്റ്റ് കേക്ക് കിട്ടി. വാ, ശക്തിമാൻ തന്നെ. ഡ്രീം കേക്ക്, ഗേൾസ് ഫസ്റ്റ്. താങ്ക്സ് അബി. എനിക്ക് പനി കേട്ടാച്ചാ. അപ്പൊ നീ കഴിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി ഗോൾഡ് സ്പൂൺ ഒക്കെ കൊണ്ടുവന്ന്. കൊള്ളാല്ലേ? ഗൂഗിൾ എല്ലാം അറിഞ്ഞു തരുവാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടല്ലേ നമുക്ക് ഗൂഗിൾ ചേച്ചിയോട് ചോദിക്കുന്നത്. ഡ്രീം കേക്ക് ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ ആ ട്രെൻഡൊക്കെ പോയെന്ന് തോന്നുന്നു. പക്ഷെ കൊള്ളാം. ഈ ചാലഞ്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഫുഡ് മാത്രമേ നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷേ എല്ലാം നല്ല നല്ല ഫുഡായിരുന്നു. ഗൈസ്, നിങ്ങൾ അടുത്ത് പറ ഏത് ഫുഡ് കഴിക്കണം, ഏത് ചലഞ്ച് കഴിക്കണം, നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഗൈസ്, വേറെ ലെവൽ ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് പറയൂ നമ്മൾ. ഗൈസ്, പിന്നെ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ കാണിച്ചു. ബൈ.